ചില കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഒരു 12-13 വയസ്സിലൊക്കെ നല്ല ചൈൽഡിഷ് ആയിട്ട് കുറച്ചുകൂടെ കുട്ടിത്തം നിറഞ്ഞ കുട്ടികളായിരിക്കും. എന്നാൽ മറ്റു ചില കുട്ടികൾ മേ ബി ഒരു 11 ഇയേഴ്സ് 12 ഇയേഴ്സിൽ തന്നെ അവർ മേ ബി ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് കാണാം. അപ്പോൾ കുട്ടികളാണെങ്കിലും പല ടൈപ്പിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഈവൻ പേരൻസിന്റെ ഇടയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. നിന്റെ പ്രായമല്ലേ ആ കുട്ടിക്ക്, അവള് നോക്ക് കാണിക്കുന്നത് അല്ലെങ്കിൽ അവൻ നോക്ക് കാണിക്കുന്നത്, ആ തരത്തിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ കാണാറുണ്ട്. ശരിക്കും ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഈ ഒരേ ഏജിലുള്ള കുട്ടികൾ തന്നെ ഡിഫറെന്റ് രീതിയിൽ ഇതേപോലെ പെരുമാറുന്നത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കുട്ടിയും യൂണീക്കാണ്. പാരന്റ്സ് എല്ലാവരും ഒന്നാണോ? അല്ല. അപ്പൊ പിന്നെ അത് അവരുടെ ഓഫ് സ്പ്രിങ് ആയിട്ട് വരുന്നവര് ബയോളജിക്കലി, ജനറ്റിക്കലി, പിന്നെന്താ പറയാ കൾച്ചറലി, ഈ പറഞ്ഞ പോലെ ഇമോഷണലി, അല്ലെങ്കിൽ എന്താ പറയാ അവര് എക്കണോമിക് സ്റ്റാറ്റസ് എല്ലാം ഡിഫറെന്റ് അല്ലേ, അപ്ബ്രിങ്ങിങ് ഡിഫറെന്റ് ആണ്, പാരന്റ്സിന്റെ പേഴ്സണാലിറ്റീസ് തന്നെ ഡിഫറെന്റ് ആണല്ലോ. അപ്പം അങ്ങനെ ഓരോ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ വ്യത്യസ്തമായിട്ട് തന്നെയല്ലേ ഇരിക്കാം, അവർ ഒരുപോലെ ആവില്ല. അപ്പൊ നമ്മൾ ആ ബേസിക് സാധനം ഇൻഡെപ്ത് മനസ്സിലാക്കി ഈ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ ആവശ്യമേ ഇല്ല. ഓട്ടോമാറ്റിക്കലി മനുഷ്യന്മാർ അങ്ങനെയാണ്, പറഞ്ഞു പോവും. കമ്പയർ ചെയ്തുമ്പോൾ ഒത്തിരി അങ്ങനെ കമ്പാരിസൺ ചെയ്ത് കുട്ടികളെ നമ്മൾ പുൾ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ എന്തിനാ അവരോട് പറയുന്ന, അവരുടെ ഉള്ളിൽ ആ ഒരു ഓ ഞാൻ അങ്ങനെ അല്ലല്ലോ, ഇവരിങ്ങനെയാണല്ലോ, ഞാൻ അത്ര വേർത്തി അല്ലേ, ഞാൻ ഫെയിലിയർ ആണോ, എന്നെ കൊണ്ട് പറ്റില്ലേ, ഈ സാധനം എന്തിനാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? ലൈഫ് ലോങ് ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ആവശ്യമില്ല അത്.